ജൈവ മാലിന്യം ഞങ്ങൾ ആശാവർക്കല്ല എന്താ ആർക്കൊക്കെ കൊടുക്കുക? ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കും. മലിനജലോ കണ്ടത്തിലേക്ക് ഒഴുക്കി വിടും. ഹലോ ഗൈസ്, ഇന്ന് വൈകുന്നേരം പതിവില്ലാതൊരു ബോർഡൊക്കെ ആയിട്ട് തക്ക് വരുന്നു. കാര്യം എന്താ ചോദിച്ചപ്പോൾ സെൻസസ് ആണ്. 3 ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആൻസർ ഞാൻ മിന്നൽ വേഗത്ത് പറഞ്ഞു കൊടുത്തോണ്ട് ഓന്റെ പരിപാടിയും കഴിഞ്ഞോൻ പോവാണ്. പിന്നെ ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത് വേറെ അങ്ങോട്ട് പോകാനല്ല ഗൈസ്, ആസ്പത്രിയിൽ പോകാനാണ്. നിങ്ങൾ ആരെങ്കിലും ഹോസ്പിറ്റലിന് ആസ്പത്രി എന്ന് പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഗൈസ്. എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ ഇക്കല്ല കുഴപ്പം. പിന്നെ പോണത് അവനെ കാണിക്കാനാണ്. അവന് ഭയങ്കര പനിയാണ്. ഞങ്ങൾ പോയത് ബാലുശ്ശേരിയുള്ള വീക്കേറിലേക്കാണ് കേട്ടോ. അവൻ അധികം എന്ത് വന്നാലും ഇവിടെ തന്നെയാണ് കാണിക്കല്. ഹോമിയോ ആയതുകൊണ്ട് മരുന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കാൻ എപ്പോഴും കിട്ടുന്ന ഒരു മരുന്നുണ്ട് കേട്ടോ. അതിന് നല്ല ടേസ്റ്റ് ആണ്. അത് ഓന അമ്മ കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഓരോന്ന് ചെക്കും. ആണെങ്കിലും എന്താണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓൻ എന്തെങ്കിലുമൊക്കെ കാട്ടിയില്ലൊരു സമാധാനം കിട്ടില്ല. അങ്ങനെ അതാ ഓനെ കാണിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ പോയി കോക്കല്ലൂർ എത്തിയപ്പോൾ റൈദാൻ മന്തി ഉണ്ടായിരുന്നു. ഞാൻ അവനോട് ചോദിച്ചൊരു മന്തി തിന്നാൻ്റെ ക്ഷീണമൊക്കെ മാറും. അപ്പോൾ എന്നെ നോക്കി ഒരു ചിരി. അങ്ങനെ മന്തി വാങ്ങാൻ പോയപ്പോൾ എന്നെ പോലെ തന്നെ പാർസൽ വാങ്ങാൻ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓർഡർ ചെയ്ത മന്തിയും കാത്ത് ഇവർ രണ്ടാളും റോഡിന്റെ അക്കരയും ഞാൻ മന്തിപ്പിടിന്റെ ഉള്ളിലും ഓരോ വണ്ടി പോകണമെന്ന് നോക്കി ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം മന്തി കിട്ടി ഗൈസ്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. മന്തി കാണുമ്പോ തന്നെ ഇഷ്ടമില്ലാത്ത എന്റെ അച്ഛൻ ഇപ്പൊ ഒരു മന്തി അഡിക്റ്റഡ് ആണ് ഗൈസ്. അതുകൊണ്ട് തന്നെ മന്തി വാങ്ങാന്ന് പറയുമ്പോൾ വേണ്ടാന്ന് എന്റെ അച്ഛൻ പറയില്ല. മന്തി തിന്നുമ്പോ ഒരു സുഖം കിട്ടണമെങ്കിൽ അത് ആ മന്തിപ്പീടിയിൽ കുത്തിരുന്ന് തന്നെ തിന്നണം. പക്ഷെ അതിന് എന്റെ അച്ഛൻ വരൂല. എന്റെ അച്ഛൻ ഇന്റെ ഓർത്ത ഡൈനിങ് ഹാള് കുത്തിരുന്ന് തന്നെ തിന്നും. നല്ല വിശന്നിട്ടാണോന്നറിയില്ല, മന്തി വേറെ ലെവല് ഗൈസ്. ഫണ്ടാസ്റ്റിക് മന്തി. അപ്പൊ ബൈ.